ഞാൻ ഹയ. തീഗോളങ്ങൾ ചുവപ്പണിച്ച രാവിലിരുന്ന് ഹയ എന്നു പേരുള്ള കുഞ്ഞു പെൺകുട്ടി എഴുതിയ വസിയത്ത് ലോകം മുഴുവൻ കണ്ടതാണ്, നൊമ്പരപ്പെട്ടതാണ്. അവളുടെ 80 ശക്കൽ ബാധ്യത അവൾ വീതിച്ചപ്പോൾ ലോകം മുഴുവൻ തേങ്ങി. അത്രമേൽ തനിക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളെ ആ കടലാസു കഷ്ണത്തിൽ കള്ളിത്തിരിച്ച് അവൾ വീതം വെച്ചത് കണ്ട് നാം വല്ലാതെ നൊമ്പരപ്പെട്ടു. തൻ്റേതാവുമെന്ന് കിനാവ് കണ്ട മണ്ണിൽ അടിവെച്ച് നടക്കാനിരുന്ന കുഞ്ഞു ചെരുപ്പുകൾ പോലും അവൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വസിയത്താക്കി. ആകാശത്തിനു മേലെ വട്ടമിട്ട് പറക്കുന്ന മരണവിമാനങ്ങൾക്കുള്ളിൽ നിന്ന് ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് അവൾ അത്രമേൽ കണ്ട് ഉറപ്പിച്ചിരിക്കണം. അന്ന് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹലോ, ഞാൻ ഹയ. എൻ്റെ വസിയത്ത് ഇവിടെ എഴുതുന്നു. ആകെ 80 ശക്കലാണ് പണമായി ബാധ്യതയുള്ളത്. ഇതിൽ 45 ശക്കൽ ഉമ്മാക്കുള്ളതാണ്. സീനത്തിന് 5, ഹാഷിമിന് 5, തീതാക്ക് 5, എളാമ ഹിബക്ക് 5, എളാമ മറിയമിന് 5, മാമൻ അബ്ദുബിന് 5, എളാമ സാറക്ക് 5. കയ്യിലുള്ള പണം വീതിച്ചതുപോലെ കളിപ്പാട്ടങ്ങളും അവൾ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അത്രമേൽ പ്രിയപ്പെട്ട ആയതുകൊണ്ടാവാം പ്രത്യേകം കളം വരച്ച് ഇവ അടയാളപ്പെടുത്തിയിരുന്നു. അനിയത്തി സീനക്കും കൂട്ടുകാരികളായ റീമ, മിന്ന, അമൽ എന്നിവർക്കുമാണ് കളിപ്പാട്ടങ്ങൾ നൽകേണ്ടതെന്ന് വസിയത്തിൽ പറയുന്നു. പാദരക്ഷകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കാൻ മറക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ കൊച്ചു പെൺകുട്ടി. എഴുതി പൂർത്തിയാക്കാത്തൊരു നോട്ട് പുസ്തകത്തിൽ നിന്ന് പറിച്ചെടുത്ത ആ കടലാസുകള് ഭദ്രമായി തൻ്റെ ബാഗിനുള്ളിൽ മടക്കി വെച്ച് അവൾ ഉറങ്ങാൻ കിടന്ന രാവിൽ പാഞ്ഞു വന്നൊരു തീകോളം അവളെയും വിഴുങ്ങിക്കാണുമോ എന്നറിയില്ല. അവൾ വസിയത്ത് എഴുതി വെച്ചിട്ടിപ്പോൾ 1 കൊല്ലം പൂർത്തിയാവുകയാണ്. അവളുടെ വസിയത്ത് ഏറ്റുവേങ്ങാണ്ടിരുന്നവരോ അവളോ ഈ ഭൂമിയിൽ ഇപ്പോൾ ശേഷിച്ചിരിക്കുന്നുണ്ടോ? അറിയില്ല. അറിയാൻ യാതൊരു സംവിധാനവുമില്ല. 17,000 കുഞ്ഞുമക്കളാണ് ഇസ്രായേലിൻ്റെ കൊലക്കൊതിയിൽ എരിഞ്ഞു തീർന്നത്. അക്ഷരാർത്ഥത്തിൽ നിഷ്കളങ്കരായ കുരുന്നുകളുടെ ശവപ്പറമ്പ് കൂടിയാണ് ഗസ. ഞാൻ കൊല്ലപ്പെട്ടാൽ ഉപ്പയും ഉമ്മയും കരയരുതെന്ന് വിൽപത്രം എഴുതി വെച്ച 10 വയസ്സുകാരി റാഷയെ പോലെ, ചിതറിത്തെറിച്ചു പോയാലും തിരിച്ചറിയാനായി ശരീരത്തിൽ ചിരിച്ചുകൊണ്ട് പേരെഴുതി വെച്ച മധ്യ ഗസയിലെ പൊന്നുമക്കളെ പോലെ 16,859 കുരുന്നുകൾ. ഇതിൽ തന്നെ 171 നവജാത ശിശുക്കൾ, 1 വയസ്സിന് താഴെയുള്ള 710 കുട്ടികൾ. ചിതറിത്തെറിച്ചതിനപ്പുറം അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി കിടന്ന് മരിച്ച 36 കുഞ്ഞുങ്ങൾ. ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമെടുത്താൽ അങ്ങേയറ്റം പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ഗുരുതരമായി പരിക്കേറ്റ വേദനയിൽ പടയുന്നവർ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ മുഴുവനായോ ആരെങ്കിലും ഒരാളോ കൊല്ലപ്പെട്ട 25,973 കുട്ടികളുണ്ട് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ. ലോകത്തെ ഏറ്റവും വലിയ അനാഥാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നിടം. ഇനി ആശുപത്രിയിലേക്ക് ചെന്നാൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3,500 കുട്ടികൾ ഈ ഗസയിലുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഇസ്രായേലിയുടെ കരാളഹസ്തങ്ങളെല്ലാം മറന്ന ഒരു കൂട്ടം മനുഷ്യർ നിലവിളിക്കുന്നതൊന്നും ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നേയില്ല. പേരിന് മാത്രമുള്ള പ്രതിഷേധ വാചകങ്ങളും തലോടിന് തുല്യമായ മുന്നറിയിപ്പുകളുമാണ് ഇന്നോളം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേട്ടത്. ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന കടന്നുകയറ്റത്തെ ഐക്യരാഷ്ട്രസഭയും ആഗോളതലത്തിലെ മനുഷ്യാവകാശ സംഘടനകളും അപലപിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും നെതന്യാഹുവിൻ്റെ പട്ടാളം അതൊന്നും ചെവികൊള്ളുന്നില്ല. ആളൊഴിഞ്ഞ പലസ്തീൻ ഭൂമിയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അത് മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ലബനാന് നേരെയുള്ള കടന്നാക്രമണം. ഇസ്രായേൽ അതിക്രമത്തിന് ഇന്നേക്ക് 1 വർഷം പൂർത്തിയാകുമ്പോൾ ആകെ മരിച്ച പലസ്തീനികളുടെ എണ്ണം 41,870 ആണ്. ഇതുവരെ 97,166 പേർക്ക് പരിക്കേറ്റു. കാണാതായവരുടെ എണ്ണം പല ആയിരങ്ങളാണ്. മരിച്ച കുട്ടികളുടെ മാത്രം എണ്ണം 16,859 ആണ്. ഇതൊന്നും വെറും നമ്പറുകളല്ല, നമ്മെപ്പോലെ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് എല്ലാം നഷ്ടമായതിൻ്റെ കണക്കാണ്. ഇവരെ ഈ ദുരിതക്കയത്തിൽ നിന്ന് ആര് രക്ഷിക്കും?